കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 15 വരെ പറഞ്ഞത് ലീഗൽ എൻവയോൺമെന്റ് ഫോർ കോർപ്പറേഷൻ, ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ സെക്ഷൻ 15 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്, മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, ഒരു എസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കാം. ഓക്കെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ നമ്മുടെ മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ നമ്മുടെ മെമ്പേഴ്സ്. ആരാണോ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്ത് ഈ ഷെയർ പർച്ചേസ് ആളുകൾ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സ്. ഓക്കെ, മെമ്പേഴ്സ് എന്താണ് മാത്രമല്ല ഷെയർ പർച്ചേസ് അവർ എന്ത് ചെയ്യും, നമ്മുടെ സൊസൈറ്റിയിലെ റിയൽ ഓണേഴ്സ് ആയിരിക്കും, നമ്മുടെ യഥാർത്ഥ ഓണേഴ്സ് ആയിരിക്കും നമ്മുടെ മെമ്പേഴ്സ്. പക്ഷെ നമ്മളൊരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ സൊസൈറ്റി ഫോളോ ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യും, വളണ്ടറി ആയിട്ട് ചെയ്യുന്ന ആർക്കും നമ്മൾ എന്ത് ചെയ്യും, മെമ്പർഷിപ്പ് കൊടുക്കും. അങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റിയ ഒരുപാട് എക്സംഷൻ ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 16 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹു ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്ക് മെമ്പർ ആവാൻ പറ്റും? എല്ലാവർക്കും മെമ്പർ ആവാൻ പറ്റും. താഴെ പറയുന്ന 5 കാറ്റഗറിയിലെ ആളുകളുണ്ട്. ആളുകൾ നല്ല ഇൻഡിവിജ്വൽസ് അല്ല, നമ്മുടെ സൊസൈറ്റീസ് ആക്ട് പ്രകാരം ആളുകളാണ്, പേഴ്സൺസ് ആണ്. താഴെ പറയുന്ന 5 ആളുകൾക്ക് എന്ത് ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം മെമ്പേഴ്സ് ആവാൻ പറ്റുന്ന ആളുകളാണ്. ഫസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ, ഒരു നാച്ചുറൽ പേഴ്സൺ ആവും. ഏതൊരു നാച്ചുറൽ പേഴ്സൺ എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാം. 18 വയസ്സ് പൂർത്തിയായ ആർക്കും, അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ സൗണ്ട് മൈൻഡ് ആണെങ്കിൽ 18 വയസ്സായ ഒരാൾക്ക് എന്ത് ചെയ്യാം, മെമ്പർ ആവാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് ആണ് എനി അതർ സൊസൈറ്റി, മറ്റേത് സൊസൈറ്റിക്കും നമ്മുടെ രജിസ്ട്രേഷൻ കൊടുത്ത് ഒരു ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരു ബോഡി ഐഡന്റിറ്റി വന്ന ഏതൊരു സൊസൈറ്റിക്കും എന്ത് ചെയ്യണം, നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. തേർഡ് പോയിന്റ് പറയുന്നത് എ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്ത് ആവാം, മുനിസിപ്പാലിറ്റി ആവാം, ഇങ്ങനെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, നമ്മുടെ സൊസൈറ്റിയിൽ വന്ന് ഷെയർ പർച്ചേസ് ചെയ്താണ്ട് മെമ്പർ ആവാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിനൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റുന്നുണ്ട്. പിന്നെയാണ് എ ബോഡി ഓഫ് പേഴ്സൺ അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെന്റ്, അല്ലെങ്കിൽ BOI എന്നൊക്കെ പറയും. ഓക്കെ, ബോഡി ഓഫ് പേഴ്സൺസ് എന്താണ്, വ്യക്തികളുടെ ഒരു കൂട്ടം, ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത വ്യക്തികളുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസ് ആവാം, അവർക്ക് വേണമെങ്കിൽ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ട്രസ്റ്റുകളാവാം, രജിസ്ട്രേഷൻ ട്രസ്റ്റുകളാവാം, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളൊക്കെ ആവാം. ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർ ആവാം ഷെയർ വാങ്ങിച്ചിട്ട്. ഇങ്ങനെയുള്ള 5 കാറ്റഗറിയിലെ ആളുകൾക്കാണ് നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി മാത്രമല്ല ഈ ഒരു കാറ്റഗറിയിൽ ഒരു 3 എക്സംഷൻ, മെമ്പർ ആവാൻ പറ്റാത്ത 3 ആളുകൾ, 3 കേസ് പറയുന്നുണ്ട്. ഓക്കെ, മേലെ പറയുന്ന ആളുകൾക്ക് തന്നെ ഒരു 3 ആളുകൾക്ക് എന്ത് ചെയ്യും, 3 രീതിയിൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റില്ല. ഒരു എക്സംഷൻ പറയുന്നത് 3 എക്സംഷൻ പറയുന്നത്. ഫസ്റ്റ് വൺ, എ സൊസൈറ്റി ഫോംഡ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഏതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റും, പക്ഷേ ആ ഒരു സൊസൈറ്റിയുടെ മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി ഫോം ചെയ്തതാണെങ്കിൽ അവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ എന്താ ചെയ്യാൻ പാടില്ല, മെമ്പറായിട്ട് ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പോയിന്റ്, എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പേഴ്സൺ എൻഗേജ്ഡ് ഇൻ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള വ്യക്തികൾക്ക് വേണ്ടി ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യും. റബ്ബറിന് വേണ്ടി റബ്ബർ ഫെഡ് എന്ന് പറഞ്ഞ റബ്ബർ ബോർഡ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അല്ലെങ്കിൽ കേരള ഫെഡ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, കർഷകർക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ കൊയർ ബോർഡ് കയറിന് വേണ്ടിയുള്ളതാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് കിട്ടൂല. മാത്രമല്ല അടുത്ത മെമ്പേഴ്സ്, അതിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യൂല, വേറൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് കിട്ടൂല. ഇത്രയും എക്സംഷൻ ഒഴിച്ച് ബാക്കിയുള്ളവർക്കും നമുക്ക് എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് കൊടുക്കാം. ഇനി സെക്ഷൻ 16 റൂൾ 16 പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽസ് ഫോർ മെമ്പർഷിപ്പ്. ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ നാച്ചുറൽ പേഴ്സൺസ് ഉണ്ടല്ലോ, ഈ വ്യക്തികൾക്ക്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ, ഷെയർ ഹോൾഡർ ആവണമെങ്കിൽ എന്ത് പറയുന്നുണ്ട്, കുറച്ച് ക്വാളിഫിക്കേഷൻ, ഏകദേശം 6 ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഈ ക്വാളിഫിക്കേഷനിലെ ആളുകൾക്ക് മാത്രമേ നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പോയിന്റ്, ഹി മസ്റ്റ് ഹാവ് അറ്റൈൻഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. എന്ന് പറഞ്ഞാൽ എന്ത് വേണം, ചുരുങ്ങിയത് അയാൾക്ക് 18 വയസ്സ്, ഇന്ത്യയിൽ 18 വയസ്സാവണം. 18 വയസ്സുള്ള ആൾക്ക് മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ പ്രായപൂർത്തി ആളുകൾക്ക് എന്ത് ചെയ്യാം, സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ആണ്, ഹി ഷുഡ് നോട്ട് ബി എ
അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ. ഇയാൾ എന്താവാൻ പാടില്ല, ഒരിക്കലും ഒരു അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ഒരാളാവാൻ പാടില്ല. അയാൾക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനുള്ള ബുദ്ധിപരമായുള്ള കഴിവ് ദൈവം കൊടുക്കണം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഒരു പോയിന്റ്, ഹി ഷുഡ് ബി എ റെസിഡന്റ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അവർ സൊസൈറ്റി. ഇയാൾ എന്ത് ചെയ്യണം, നമ്മുടെ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ട് ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന പരിധി ഉണ്ട്, അതിന്റെ അകത്ത് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷന്റെ അകത്തുള്ള ആളായിരിക്കണം. ഒരിക്കലും വേറൊരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷന്റെ അകത്തുള്ള ആളാവാൻ പാടില്ല. അങ്ങനെ വേറെ സൊസൈറ്റിയുടെ അകത്തുള്ള ആളാണെങ്കിൽ അയാൾ അവിടെ മെമ്പർഷിപ്പ് ആവാൻ എടുക്കേണ്ടത്, നമ്മുടെ സൊസൈറ്റിയിലല്ല. നമ്മുടെ സൊസൈറ്റിയിൽ ആർക്ക് കൊടുക്കുക, നമ്മുടെ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷന്റെ അകത്തുള്ള ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, he should not be an insolvent. ഇയാൾ എന്തും ആവാൻ പാടില്ല, ഒരു ഇൻസോൾവെന്റ് ആവാൻ പാടില്ല. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ പാപ്പരാവാൻ പാടില്ല. അറിയാം, ഇൻസോൾവെന്റ് അറിയാം, ഒരിക്കലും പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ട ഒരാളാവാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ് ആണ്, he should not have sentenced for any offense. എന്ത് ചെയ്യാൻ പാടില്ല, ഇയാൾ ഒരിക്കലും ഒരു കോടതിയുടെ ഒരു കേസിലും പ്രതിയാവാത്ത, ഒരു കേസിലും ശിക്ഷിക്കപ്പെടാത്ത ഒരാളാവണം നമ്മുടെ മെമ്പർ. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റൂല, മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റൂല. നെക്സ്റ്റ് പോയിന്റ്, ഹി ഷുഡ് നോട്ട് ഹാവ് ബീൻ സർചാർജ്. ഇയാൾ എന്ത് ചെയ്യാൻ പാടില്ല, സർചാർജഡ് ആവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സർചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി കൊണ്ടുള്ള പേയ്മെന്റിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നത് നമ്മൾ സർചാർജ് എന്ന് പറയും. ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കാം. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സർചാർജഡ് ആവാനും പാടില്ല. ഇങ്ങനെയുള്ള ഒരു 6 കേസിൽ പെട്ട ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല, നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കില്ല. ഈ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കും, ഈ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കില്ല. ഓക്കെ, ഇതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി സെക്ഷൻ 60 തന്നെ സെക്ഷൻ റൂൾ 16 ആൻഡ് റൂൾ 20 എന്ത് പറയുന്നുണ്ട്, ഒരാൾക്ക് നമ്മളൊരു ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ, ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ മെമ്പർഷിപ്പ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രൊസീജിയർ ഫോളോ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, മസ്റ്റ് ഹാവ് അപ്ലൈഡ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ഗിവൺ ബൈ ദി സൊസൈറ്റി. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൊസൈറ്റി നമുക്ക് തന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം മേടിച്ച് അവർ പറഞ്ഞ രീതിയിൽ ഫില്ല് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് വേണമെങ്കിൽ. സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഹി മസ്റ്റ് മേക്ക് നെസസറി പേയ്മെന്റ്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ മാത്രം പോരാ, വേണ്ട നമ്മുടെ മെമ്പർഷിപ്പ് ഫീ, അല്ലെങ്കിൽ ഷെയർ ഫീ, അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ, അങ്ങനെ ഒരുപാട് ഫീസുകൾ കൊടുക്കേണ്ടി വരും. ഈ ഫീസൊക്കെ എല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. തേർഡ് പോയിന്റ്, ഹിസ് ആപ്ലിക്കേഷൻ ഓർഡർ ടു ഹാവ് അപ്രൂവ്ഡ് ബൈ ദി സൊസൈറ്റി. നമ്മുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, നമ്മുടെ സൊസൈറ്റി അപ്രൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും. ഒരിക്കലും സൊസൈറ്റിക്ക് എതിരായുള്ള ആപ്ലിക്കേഷൻ ആവാൻ പാടില്ല. നമ്മുടെ സൊസൈറ്റിക്ക് മെമ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, ഹി മസ്റ്റ് ഹാവ് ഫുൾഫിൽഡ് ആൾ അതർ കണ്ടീഷൻ ലേഡ് ഡൗൺ ഇൻ ദി ആക്ട്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻ, ഒരു ഇൻഡിവിജ്വൽ മെമ്പറായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. നമുക്ക് ഇത്രയും കാര്യം കഴിഞ്ഞ് നമ്മൾ മെമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഒരു ഐഡന്റിറ്റി കാർഡ് വേണം. ഏതൊരു സൊസൈറ്റിയിൽ മെമ്പർ ആയി കഴിഞ്ഞാലും ആ മെമ്പേഴ്സിന് എന്ത് കൊടുക്കും, ഒരു മെമ്പർ ഐഡന്റിറ്റി കാർഡ് കൊടുക്കണം. നമ്മൾ റൂൾ 16A പ്രകാരമാണ് ഈ മെമ്പറുടെ ഐഡന്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആണ്. നമ്മൾ ആ സൊസൈറ്റിയിൽ മെമ്പർ ആണ് എന്നുള്ളതിന് ഒരു ഉത്തമ തെളിവാണെന്ത്, ഐഡന്റിറ്റി കാർഡ്. ഈ ഐഡന്റിറ്റി കാർഡിൽ ഒരു ഐഡന്റിറ്റി നമ്പറൊക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല നമ്മളൊരു ഫോട്ടോ, നമ്മുടെ മെമ്പറുടെ ഒരു ഫോട്ടോ ഇതിൽ അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ പതിച്ചിട്ടുണ്ടായിരിക്കും, അത് സീലും സൈനും ചെയ്തിരിക്കും. നമ്മുടെ സൊസൈറ്റിയുടെ സീൽ അതിൽ കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഐഡന്റിറ്റി കാർഡ് എന്ത് ചെയ്യുള്ളൂ, വാലിഡ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സൊസൈറ്റി നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി കാർഡ് തരുമ്പോൾ ഒരു 3 കാര്യങ്ങൾ, ഒരു 3 പ്രൊസീജിയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 3 പോയിന്റ് പറയാനുണ്ട്. എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ എപ്പോഴാണ് നമ്മൾ ഫോട്ടോഗ്രാഫ് കൊടുക്കണം, നമ്മളെ ഒരു മെമ്പർ എപ്പോഴാണ് ഫോട്ടോഗ്രാഫ് കൊടുക്കണം, മെമ്പർ ആവാൻ ഡേറ്റ് അല്ല, ഫോട്ടോഗ്രാഫ് എന്നാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. 2 ഫോട്ടോഗ്രാഫ് കൊടുക്കണം. ഈ ഫോട്ടോഗ്രാഫ് കൊടുത്ത് 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നമുക്ക് അവർ ഐഡന്റിറ്റി കാർഡ് തരണം. അതാണ് പ്രൊസീജിയർ. സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റി കാർഡ് നമുക്ക് തരാതെ വേറെ ആളുടെ കയ്യിൽ കൊടുത്തയക്കാൻ പാടില്ല. ഒരു മിഡിൽ മാൻ നമ്മൾ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സൊസൈറ്റി നമ്മുടെ ഐഡന്റിറ്റി കാർഡ് അവിടെ ക്രിയേറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് നമ്മുടെ കയ്യിൽ തന്നെ തരണം. ഒരിക്കലും ഒരു മീഡിയേറ്റർ മുഖേന ഐഡന്റിറ്റി കാർഡ് കൊടുക്കാൻ പാടില്ല. പിന്നുള്ളത്, എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ലോസ് ആയി പോവുക, അല്ലെങ്കിൽ ഡാമേജ് വരിക, അതിനെന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മെമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഐഡന്റിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള അവകാശം. ഓക്കെ, ഇതാണ് സെക്ഷൻ ഒരു 16 കുറച്ച് പറയുന്ന കാര്യങ്ങൾ. പിന്നെ പറയുന്ന ഒരു കാര്യം സെക്ഷൻ 17 പറയുന്നൊരു കാര്യമാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ എന്ത് ചെയ്യുക, എക്സ്പെൽ ചെയ്യുക, ഒഴിവാക്കുക. മെമ്പേഴ്സിനെ സൊസൈറ്റിക്ക് ഒഴിവാക്കേണ്ടി വരും. വളരെ
എക്സ്ട്രാ ഓർഡിനറി ആയ കേസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മെമ്പേഴ്സിനെ ഒഴിവാക്കുള്ളൂ, പറഞ്ഞയക്കുള്ളൂ. ഇങ്ങനെ മെമ്പേഴ്സിനെ പറഞ്ഞയക്കുന്ന വെച്ചാൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു അലിഗേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കുറ്റാരോപണം നമ്മുടെ മെമ്പറിന്റെ മേലെ വരണം. ഏതെങ്കിലും മറ്റൊരു മെമ്പർ നമ്മളെ ഒഴിവാക്കുന്ന മെമ്പറിന്റെ മേലെ എന്ത് ചെയ്യണം, ഒരു കുറ്റം ആരോപിക്കണം. ഇങ്ങനെ ഒരു കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, നമ്മുടെ മീറ്റിംഗ്, ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി ആ മീറ്റിംഗിൽ പ്രമേയം അവതരിപ്പിച്ച് അത് പാസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഒഴിവാക്കപ്പെടുന്ന മെമ്പർ എന്ത് ചെയ്യണം, ഒരു ഓപ്ഷൻ കൊടുക്കണം. അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു ഓപ്ഷൻ, ഒരു അവസരം കൊടുക്കും. അതിലും അയാൾ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം, അയാളെ എക്സ്പെൽ ചെയ്യാൻ, പുറത്താക്കാൻ പറ്റും. ഇതാണ് സെക്ഷൻ 17 പറയുന്നത്.